ഇന്ന് യാത്ര ഉദയ്പൂരിലാണ്. വലിയ സിറ്റിയിലെത്തിയാൽ കാർ ഹോട്ടലിൻ്റെ പാർക്കിങ്ങിൽ നിർത്തി അവിടുത്തെ ലോക്കൽ വാഹനങ്ങളിലാണ് സഞ്ചരിക്കാറുള്ളത്. ഇന്ന് ഒരു ഓട്ടോ പിടിച്ച് നേരെ എത്തിയത് ഉദയ്പൂർ പാലസ് കാണാനാണ്. പിന്നെ സമയമുണ്ടെങ്കിൽ ഫത്തേസാഗർ ലേക്ക് കൂടി യാത്രയിൽ ഉൾക്കൊള്ളിക്കണം. ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് ചെന്നു. ഇവിടുന്ന് ബോട്ടിങ്ങിനും പാലസ് എൻട്രിയിലേക്കുമുള്ള ടിക്കറ്റ് എടുത്തു. ഇവിടുത്തെ റേറ്റ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. പ്രൈവറ്റ് ഉടമസ്ഥതയിലുള്ളതിനാലാകണം ടിക്കറ്റ് റേറ്റ് വളരെയധികം കൂടുതലാണ്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് കുറച്ച് നടന്ന് ബോട്ട് സവാരിക്കുള്ള എൻട്രൻസിൽ പോകണം. ബാറ്ററി വാഹനങ്ങളും അവൈലബിൾ ആണ്. ബോട്ട് സവാരിക്കുള്ള സ്ലോട്ട് അരമണിക്കൂർ കഴിഞ്ഞാണ് ലഭിച്ചത്. പിന്നെ കഴിഞ്ഞ ദിവസം മുഴുവൻ കാറിൽ യാത്ര ചെയ്തതിനാൽ നടക്കുവാൻ തീരുമാനിച്ചു. നല്ല ഭംഗിയുള്ള നടപ്പാത. ഈ നടപ്പാതയിലൂടെ മാത്രമേ കാൽനട യാത്രക്കാർ നടന്നു പോകാവൂ എന്ന് നിർബന്ധമാണ്. ഈ കവാടത്തിനകത്തുകൂടെ ഉള്ളിലേക്ക് കടന്നു. ബോട്ട് സവാരിക്ക് കുറച്ചുകൂടെ നടക്കാനുണ്ട്. നല്ല വെയിലാണിവിടെ. ഈ പാലസിനോടടുത്തായി ഒരു സ്കൂൾ സ്ഥിതി ചെയ്യുന്നുണ്ടത്രേ. ഇവിടെ ഒരു സ്കൂൾ വാഹനം നിർത്തിയിട്ടത് കണ്ടപ്പോൾ അന്വേഷിച്ചറിഞ്ഞതാണ്. ഇവിടമെല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. വെൽ മെയിൻറ്റെയിൻഡ്. എല്ലായിടവും വളരെ വൃത്തിയാക്കിയിട്ടിരിക്കുന്നു. അല്പനേരം വിശ്രമിച്ച് പിന്നെയും സഞ്ചരിച്ച് ഞങ്ങൾ ബോട്ട് സവാരിക്കടുത്തേക്ക് നീങ്ങി. അപ്പോഴതാ ഒരു മരത്തിൽ നിറയെ വവ്വാലുകൾ. ഈ വവ്വാലുകളുടെ നിരന്തരമായ ശബ്ദം വളരെയധികം ഒരു ഭീകരാന്തരീക്ഷം തന്നെ സൃഷ്ടിച്ചു എന്ന് പറയാം. അവിടെയുള്ള എല്ലാ മരങ്ങളിലും നിറയെ വവ്വാലുകളാണ്. അവിടെ നിന്നും വേഗം ഞങ്ങൾ ബോട്ടിംഗ് ഉള്ള സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. പറഞ്ഞ സമയത്തു തന്നെ ബോട്ട് സർവീസ് റെഡിയായി. എല്ലാവരും സേഫ്റ്റി ജാക്കറ്റ്സ് ഇടുന്ന തിരക്കിലായി. കുട്ടികൾക്കും സെപ്പറേറ്റ് ജാക്കറ്റ്സ് ഉണ്ട്. പക്ഷേ നമ്മൾ ചോദിച്ചു വാങ്ങണമെന്ന് മാത്രം. ഉദയ്പൂർ സിറ്റി പാലസിൽ നിന്നും ആരംഭിക്കുന്ന പിച്ചോല തടാകത്തിലെ ബോട്ട് യാത്ര നല്ല ഒരു അനുഭവമാണ്. ചുറ്റും നല്ല ഭംഗിയുള്ള കെട്ടിടങ്ങളും പ്രകൃതി മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന ഇടങ്ങളും മാത്രം. ലേക്ക് പിച്ചോലയുടെ നടുവിലാണ് താജ് ലേക്ക് പാലസ്. ഇത് മനോഹരമായ ഒരു രാജമന്ദിരം തന്നെയാണ്. വെള്ളത്തിൽ തെന്നിമാറുന്ന പോലെ തോന്നുന്ന ഈ പാലസ് 1746 മഹാറാണ ജഗത് സിംഗ് നിർമ്മിച്ചതാണ്. ബോട്ടിലൂടെ മാത്രം എത്താവുന്ന ഒരു പാലസ് ഇപ്പോൾ താജ് ഹോട്ടൽസ് ഗ്രൂപ്പ് കൈകാര്യം ചെയ്യുന്നു. രാജസ്ഥാൻ രാജഭരണകാലത്ത് അതുല്യമായ ശില്പകല. ഇടയിൽ ഈ കാണുന്നിടത്ത് 2 കുട്ടികൾ നിൽക്കുന്ന കാഴ്ച അല്പം വിചിത്രമായി തോന്നി. വീണ്ടും ആ കായലിലൂടെ യാത്ര തുടർന്നു. വെള്ളത്തിലൂടെ കൂട്ടമായി നീങ്ങുന്ന പക്ഷികൾ വളരെ രസകരമായി തോന്നി. ആ ബോട്ട് യാത്ര അവസാനിച്ചത് ജഗ്മന്ദിർ ഐലൻഡ് പാലസിലാണ്. ഇങ്ങനെയുള്ള ദ്വീപ് കൊട്ടാരങ്ങൾ ഇന്ത്യയിൽ അത്യന്തം അപൂർവമാണ്.
ജഗ്മന്തർ ഐലൻഡ് പാലസ് നിർമ്മിച്ചത് മഹാറാണ കരൺ സിംഗ് ആണ് 1620. പിന്നീട് മഹാറാണ ജഗത് സിംഗിന്റെ കാലത്ത് ഈ കൊട്ടാരം പൂർത്തിയായി. അദ്ദേഹത്തിന്റെ പേരിലാണ് ഇവിടം ജഗ്മന്തർ പാലസ് എന്ന് അറിയപ്പെടുന്നത്. ജഗ്മന്തർ പാലസ് ഇന്ന് ആഡംബര വിവാഹങ്ങളുടെ വേദിയായി അറിയപ്പെടുന്നു. ഉച്ചനേരത്താണ് ഞങ്ങളവിടെ എത്തിയത്. എന്നാൽ അവിടുത്തെ ഭക്ഷണങ്ങളുടെ റേറ്റ് കണ്ടപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കാതെ അവിടെ നിന്നും മടങ്ങാൻ തീരുമാനിച്ചു. ഇവിടുത്തെ പൂന്തോട്ടങ്ങളും കെട്ടിടങ്ങളും അവയെല്ലാം സൂക്ഷിക്കുന്ന രീതിയും അത്യന്തം മനോഹരമാണ്. ബോട്ടിംഗ് കഴിഞ്ഞ് അടുത്തുള്ള സിറ്റി പാലസ് കാണാൻ നടന്നു. അതിനു മുമ്പ് ആ കെട്ടിടത്തിന് പുറത്തുപോയി ഭക്ഷണം കഴിക്കാൻ മറന്നില്ല. ഉദയ്പൂരിന്റെ ഹൃദയഭാഗത്താണ് സിറ്റി പാലസ് ഉള്ളത്. ഇത് രാജസ്ഥാനിലെ ഏറ്റവും വലിയ രാജഭവനങ്ങളിലൊന്നാണ്. ഈ വ്ലോഗിൽ പാലസിന്റെ ഹിസ്റ്ററിയും ഇന്റീരിയറും വ്യൂ പോയിന്റ്സും എല്ലാം നിങ്ങൾക്ക് കാണാം. ഈ സിറ്റി പാലസിന്റെ നിർമ്മാണം 1559 റാണ ഉദയ് സിംഗ് രണ്ടാമനാണ് തുടങ്ങിയത്. പിന്നീട് 11 രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് ഈ പാലസ് വികസിപ്പിച്ചെടുത്തത്. ഇത് ഒരു പാലസ് കോംപ്ലക്സ് ആണ്. ഇതിന് വിവിധ ഭാഗങ്ങളുണ്ട്. ബഡി മഹൽ എന്നറിയപ്പെടുന്ന ഒരുപാട് ഉയരത്തിലുള്ള ഒരു ഭാഗം, ജനാന മഹൽ എന്നറിയപ്പെടുന്ന രാജകുമാരിമാർ താമസിച്ചിരുന്ന ഒരു ഭാഗം, പിന്നീട് ദർബാർ ഹാളും പ്രത്യേകം ടിക്കറ്റ് എടുത്ത് കയറി കാണാവുന്ന ക്രിസ്റ്റൽ ഗാലറിയും ഈ കോംപ്ലക്സിൽ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് പഴയ രാജാക്കന്മാർ ഉപയോഗിച്ച ആയുധങ്ങളും റോയൽ ഡ്രസ്സുകളും എല്ലാം കാണാനാകും. റോയൽ ഫാമിലി ഇന്നും ഈ പാലസിന്റെ ഭാഗത്ത് താമസിക്കുന്നു. അതുകൊണ്ട് ഭാഗികമായി പാലസ് മാത്രം പബ്ലിക്കിനായി തുറക്കുന്നു. എന്നിട്ട് തന്നെ ഈ പാലസിലൂടെ നടക്കുമ്പോൾ പുറത്തിറങ്ങാൻ GPS സഹായം തേടേണ്ടി വരും എന്നാണ്
കുട്ടികൾ അഭിപ്രായപ്പെട്ടത്. മുഗൾ രാജാവായ ഷാജഹാൻ യുദ്ധകാലത്ത് ജഗ്മന്ദിറിൽ അഭയം തേടിയിരുന്നു അത്രേ. പിന്നീട് അദ്ദേഹം താജ്മഹൽ രൂപകൽപ്പന ചെയ്യുമ്പോൾ ജഗ്മന്ദിറിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടു എന്നും പറയപ്പെടുന്നു. പാലസിൽ നിന്ന് കാണുന്ന ലേക്ക് പിച്ചോലയുടെ കാഴ്ച അതിമനോഹരമാണ്. സിറ്റി പാലസിന്റെ ബാൽക്കണിയിൽ നിന്ന് താജ് ലേക്ക് പാലസ്, ജഗ്മന്ദിർ പാലസ്, ആരവല്ലി ഹിൽസ് ഇതെല്ലാം കാണാനാകും. അമർ വില്ലാസ് എന്നറിയപ്പെടുന്ന മുകളിലെ ഭവനമുണ്ട്. മുകളിൽ ഒരു തണുത്തതും ശാന്തവുമായ പൂന്തോട്ടമുണ്ട്. ഇത്രയും വലിയ മരങ്ങളും ചെടികളും എങ്ങനെയാണ് ഇവിടെ വളരുന്നതെന്ന് അത്ഭുതം തോന്നും. ഇങ്ങനെയുള്ള ഒരു ഉദ്യാനക്കാഴ്ചയുള്ളത് കൊണ്ട് തന്നെ മുകളിൽ നിൽക്കുമ്പോഴും നമ്മൾ താഴത്തെ നിലയിൽ തന്നെയാണെന്ന് തോന്നിപ്പോകും. ഈ കൊട്ടാരക്കാഴ്ച അത്യന്തം അത്ഭുതകരമായി തോന്നിയെങ്കിലും ഇത്രയും ദൂരം നടന്നു നീങ്ങിയപ്പോൾ വളരെയധികം ക്ഷീണവും അനുഭവപ്പെട്ടിരുന്നു. സിറ്റി പാലസിൽ നിന്നും ഒരു ഓട്ടോ പിടിച്ച് ഫത്തേ സാഗർ ലേക്കിലേക്ക് യാത്ര തിരിച്ചു. ഇവിടെ ബോട്ടിങ്ങുമുണ്ട്. ഉദയ്പൂർ ലേക്ക് പിച്ചോളയുടെ വടക്കുഭാഗത്താണ് ഇത്. 3-4 കിലോമീറ്റർ മാത്രം. ഈ തടാകം മനുഷ്യനിർമ്മിതമാണ്, പക്ഷേ പ്രകൃതിദത്തമാണെന്നേ തോന്നൂ. ഈ തടാകത്തിന്റെ നിർമ്മാണം 1687 മഹാറാണ ജയ്സിംഗ് ആരംഭിക്കുകയും പിന്നീട് മഹാറാണ ഫത്തേ സിംഗ് പുനരുദ്ധരിക്കുകയും ചെയ്തു. അതിനാലാണ് ഇതിന് ഫത്തേ സാഗർ ലേക്ക് എന്ന് പേര് വന്നത്. ലേക്കിനു മുന്നിൽ ചെറിയ ചെറിയ ചായക്കടകളും സ്നാക്സ് കൗണ്ടറുകളും ഉണ്ട്. ഞങ്ങൾ ഗൂഗിൾ റിവ്യൂ നോക്കി ഒരു കട സെലക്ട് ചെയ്തു. ഓട്ടോ ഡ്രൈവർ റെക്കമെൻഡ് ചെയ്ത കട വളരെ മോശം റിവ്യൂ ഉള്ളതായിരുന്നു. സായി എന്ന പേരിലുള്ള ഒരു കട. നല്ല ഭക്ഷണം തന്നെയായിരുന്നു. അവിടുത്തെ കോൾഡ് കോഫിയാണ് സ്പെഷ്യൽ എന്ന് തോന്നിയപ്പോൾ അത് കഴിച്ചു. പിന്നെ മോമോസും. കുറച്ചു സമയം തടാകത്തിലെ സ്ട്രീറ്റ് കാഴ്ചകളും ആസ്വദിച്ച് അവിടെ നിന്നും ഹോട്ടലിലേക്ക് മടങ്ങി.